എന്റെ രണ്ടാമത്തെ സ്വപ്നം എന്താണ്? സെക്കൻഡറി. ഓക്കെ, ഇട്ടുണ്ട് റെക്കോർഡായി. എന്റെ രണ്ടാമത്തെ സ്വപ്നം ഏതാണ് അത് പറയാം. മൈ തേർഡ് ഡ്രീംസ്. അങ്ങനെ 3 സ്വപ്നങ്ങൾ പറയാം. യെസ്, നിങ്ങളുടെ 3 സ്വപ്നങ്ങൾ രേഖപ്പെടുത്തുന്നു, നിങ്ങളുടെ 3 സ്വപ്നങ്ങൾ പറയുന്നു. അപ്പൊ മുഖിയാണ് ഐശ്വര്യമായിട്ട് ആരംഭിക്കേണ്ടത്. അപ്പൊ മുഖി ഗെറ്റ് റെഡി. അപ്പൊ അതുകൊണ്ട് മനസ്സിലിന്റെ അല്ലെങ്കിൽ മുകളിലിന്റെ പേപ്പറിൽ 3 സ്വപ്നങ്ങൾ എഴുതാം. സ്വപ്നങ്ങൾ ഒരുപാടുണ്ടാവും. നമ്മൾ അതിന്റെ 3 മനസ്സിലാക്കി. മൈ ഫസ്റ്റ് ഡ്രീം ഇന്നതാണ്, മൈ സെക്കൻഡ് ഡ്രീം ഇന്നതാണ്, മൈ തേർഡ് ഡ്രീം. യെസ്, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എത്ര പേര് ഞാൻ വിചാരിച്ചത് പറയുന്നു. യെസ്, ഓക്കെ. മുബി, ആർ യു റെഡി? Yes, sir. യെസ്, മുബി ഈസ് റെഡി. അപ്പൊ മുബി കഴിഞ്ഞാൽ ഞാൻ ഹൻഡിയിലോട്ട് വരും. അന്ന, യു ഗെറ്റ് റെഡി. യെസ്, ഓക്കെ. മുബി, യു സ്റ്റാർട്ട്. My first dream is a better life and beautiful life. My first dream is to have a better life, a beautiful life. Yes, okay. ഇപ്പോഴുള്ള ലൈഫിനെക്കാളും കുറച്ചുകൂടി beautiful. My second dream is a job and self-independent. Yes, my second dream is to have a job. അത് രണ്ടാമത് ജോലി രണ്ടാമത് and to have an financially. Yes. Okay. My third dream is a own house. Yes, my third dream is an own house. നല്ല പേരാണ്. OWN, own എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട്. Yes. വീടുണ്ട്, പക്ഷെ ഓൺ ഹൗസ്. Yes. ഓൺ ഹൗസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ മുബി, Thank you, sir. ഇതാ ഓക്കെ. ഓരോ മതി കുഴപ്പമില്ല. യെസ്, പറഞ്ഞത് ഇപ്പൊ മുബി ആദ്യം പറഞ്ഞ ഇപ്പൊ മനസ്സിലായല്ലോ, എങ്ങനെയാണ് പറയേണ്ടത് പിടികിട്ടിയാലോ. യെസ്, അപ്പോ അടുത്ത ആള് ഇവിടെ കാണാനില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശിവപ്രിയനെ വിളിക്കാം. ശിവപ്രിയ കഴിഞ്ഞു കഴിഞ്ഞാല് മുഫീദിലേക്ക് വരാം കേട്ടോ. യെസ്, ശിവപ്രിയ. ശിവപ്രിയയുടെ 3 സ്വപ്നം ഉണ്ടായിരിക്കും. Achieve career fulfillment. First is to achieve a better career. Okay. Secondly, traveling. Oh, inside India, outside India? Outside, inside okay. അപ്പൊ എന്താ പറയുക, വേൾഡ് ടൂർ ആണ് ശിവപ്രിയയുടെ രണ്ടാമത്തെ ആഗ്രഹം. കുഴപ്പമൊന്നുമില്ല. യെസ്, നമ്മുടെ സന്തോഷ് ജോർജ് കൂടുതൽ പറയുന്നില്ല, ഒരു ദിവസം 1 രൂപ വെച്ച് മാറ്റി വെച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞ പോലെ. യെസ്, ഓക്കെ. ശിവപ്രിയ വേൾഡ് ടൂർ ആഗ്രഹിക്കും. പിന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിനിങ്. ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കും. അതാണ് ഒരു വെറൈറ്റി ആയിട്ട് ശിവപ്രിയ. ഓക്കെ, ശിവപ്രിയയുടെ ആഗ്രഹം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. 2 വെറൈറ്റി ആണ്. ടു ഹാവ് എ വേൾഡ് ടൂർ, ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്. യെസ്, മുഫി പറയൂ. അത് കഴിഞ്ഞാൽ സ്നേഹയിലോട്ട് വരാം. സ്നേഹ, യു ഗെറ്റ് റെഡി. മുഫി. Hi. ആ, My first dream is get my first salary. My first dream is to get my first salary. എനിക്കത് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ശമ്പളം വാങ്ങി, ആ ശമ്പളം വാങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെ എനിക്ക് മനസ്സിലാവും. നേരത്തെ മുബി പറഞ്ഞിട്ട് ഓൺ ഹൗസ്. മുബിക്ക് എന്തെങ്കിലും ഒരു ഓൺ ഹൗസ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ രാത്രി ആ വീട്ടിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിപ്പോ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഒരുപക്ഷെ സ്വന്തമായിട്ട് വീട് വന്നിട്ടുള്ളവർ അതിൽ ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷെ അത് ലഭിക്കുമ്പോൾ കാണുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അത് വേറെ ലഭിക്കാം. അത് എക്സ്പീരിയൻസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കത് പറയാനായിട്ട് സാധിക്കും. ഇതുപോലെ സ്വന്തമായിട്ടൊരു വീടുണ്ടായി കഴിഞ്ഞ് ഞാൻ വീടിനകത്തിരിക്കുമ്പോൾ വൈഫ് വരുന്നതും ലൈറ്റ് ഓണാക്കുന്നതും അത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും കൂടെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്കൊരു പിന്നെ പുതിയ വീട് എന്ന് പറയുമ്പോൾ ചുമരുകൾക്ക് പോലും ആ പുതിയ പേജിന്റെ സിമെന്റിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്.
അതൊക്കെ നമ്മളൊരു പുതിയൊരു പുസ്തകം നോട്ട്ബുക്ക് മേടിച്ച് കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോൾ ഒരു സ്മെല് ഉണ്ടാവും, പഴയകാല ഓർമ്മകളിലോട്ട് നിങ്ങളൊന്ന് പോകുന്നത് കറക്റ്റ് അല്ലേ? ആ പുസ്തകം തുറക്കുമ്പോഴുണ്ടാകുന്നത് മണം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. മുഫി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. My second dream is get driving license in this year. യെസ്, 2024 ഡ്രൈവിംഗ് ലൈസൻസ് എഴുതുമല്ലോ അല്ലേ? വെരി ഗുഡ്. 4-wheel ഓർ 2-wheeler? രണ്ടും both. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത് വലിയ കുഴപ്പമുണ്ടാവില്ല, പ്രശ്നങ്ങളില്ല. ഓക്കെ. My third dream ഇവിടെ ഒരാൾ പറഞ്ഞു ട്രിപ്പിനെ പറ്റിയിട്ട്, ഇന്റർനാഷണൽ ട്രിപ്പിനെ പറ്റിയിട്ട്. യെസ്, അത് കുഴപ്പമില്ല. ശിവപ്രിയ ഇന്റർനാഷണൽ പോട്ടെ, കൂട്ടത്തിലാരും വന്നിട്ടെ. യെസ്, ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നോക്കി, വേൾഡ് ടൂർ അത് ആഗ്രഹിക്കാത്ത ആൾക്കാരൊക്കെ ഇല്ല. യെസ്, പണ്ട് നമ്മൾ അതിനെ പിടിക്കോ വാഴച്ചാലിനോ മൂന്നാറിനോ ഒന്നും ആഗ്രഹിച്ചു, അതൊന്നുമല്ല, ഇന്ത്യക്ക് പുറത്തേക്ക്. വെരി ഗുഡ് വെരി ഗുഡ് മൂവി. യെസ്, സ്വപ്നങ്ങളെല്ലാം പോയിട്ട് ഞാൻ ആശംസിക്കും. ഓക്കെ, മിന്നു മിന്നു കഴിഞ്ഞു കഴിഞ്ഞാല് മിന്നു പറയും. അത് കഴിഞ്ഞാൽ ഞാൻ ആൽജോ ജോസഫിലേക്ക് വരാം. യെസ്, മിന്നു പറഞ്ഞു. മിന്നു, യെസ്, മിന്നു വരുമെന്ന് വിചാരിക്കാം. യെസ്, ആൽജോ ജോസഫ്. യെസ്, വരുമെന്ന് വിചാരിക്കാം. കൃഷ്ണേന്ദു, കൃഷ്ണേന്ദു ജയു. Yes, sir. ഓക്കെ ഓക്കെ. കൃഷ്ണേന്ദു കഴിഞ്ഞാല് ഐഷയിലോട്ട് വരാം. ഐഷ, യു ഗെറ്റ് റെഡി. കൃഷ്ണേന്ദു, യു ടെൽ അബൌട്ട് യുവർ 3 dreams. Okay, sir. My first dream is take my parents to the theater. You take the parents to? To the theater. ഇതുവരെ പോയിട്ടില്ലേ? No. അത് ആ സ്വപ്നമെങ്കിൽ നമുക്ക് ഇത്രയും വെച്ചിട്ട് നിൽക്കണോ? പെട്ടെന്ന്. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ Okay. Second dream is traveling one time outside India. 1 time outside India. അപ്പൊ ശിവപ്രിയക്കും മുഫിക്കും ഇവിടെ ഒരു കൂട്ടുകാരി കൂടി ഉണ്ട്. ഓക്കെ. Yes. My third dream is brought a car to my husband. യെസ്, ടു ബൈ എ കാർ. യെസ് Yes. To my husband. യെസ്, That's all, sir. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വളരെ എന്താ പറയാ, ഹോമിലി ആയിട്ടുള്ള ആഗ്രഹമാണ് ക്രിസ്ത്യൻസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഐഷ, ആർ യു റെഡി? Yes, sir. ഓക്കെ, ഐഷ റെഡിയാണ്. സൂര്യ, യു ഗെറ്റ് റെഡി. ഓക്കെ, ഐഷ, യു ഗെറ്റ് റെഡി. Sir, my first dream is to visit Makkah and Medina. Very good. To visit Makkah and Medina. Very good. And second dream is to have a good job in a hospital and Have a good job in a hospital, in a reputed hospital. Okay. yes, and a part of my salary give to my parents. Yes. And to give a part of your salary to your parents. Okay, 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 okay. Yes. My third dream is to learn driving. Yes. To get driving license also. Okay. Yes, thank you, sir. Yes, very good, very good. വളരെ എന്താ പറയാ, ഇന്നസെന്റ് ആയ മോഹങ്ങളാണ് ഐഷക്കുള്ളത്. ഐഷയുടെ എല്ലാ മോഹങ്ങളും ഓടിയിട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കാം. വെരി ഗുഡ് വെരി ഗുഡ്. സൂര്യ, ആർ യു റെഡി? സൂര്യ, യെസ്. ഐഷ, യെസ്. അപ്പൊ സൂര്യ വരുമെന്ന് വിചാരിക്കാം. അലൂബിയ, അലൂബിയ, എല്ലാവർക്കും പേടിയാണ്. 3 ആഗ്രഹങ്ങൾ പറയാം. വിനീഷ, Yes, sir. യെസ്. വിനീഷ ആഗ്രഹങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ നന്ദന, അടുത്ത നന്ദനയാണ്. ഗെറ്റ് റെഡി. ഓക്കെ, വിനീഷ. My first dream is good career of my children. ഗുഡ്. നമ്മൾ പറയുന്നത് നോക്കി,
My first dream is to have a better career for my children. Oh, very good. Second dream is financially independent life. Yes, to become financially independent. Okay, very good. Third one, traveling, Traveling inside India, outside India. both inside and outside. അപ്പൊ ശിവപ്രിയ മൂപ്പി കൃഷ്ണേന്ദു അടുത്ത ആളും കൂടി ഉണ്ട്. നിങ്ങളൊക്കെ ഒരാഗ്രഹം വരുന്നവരൊക്കെ ഒന്ന് ഒരുമിച്ച്. യെസ്, നമുക്ക് ഒരുമിച്ച് പോയാൽ മതി കേട്ടോ. അതെ, മൂപ്പി പറഞ്ഞ നോക്കിയേ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരാഗ്രഹമുള്ള ഒരാൾക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരുമിച്ച് പോവുകയും ചെയ്യും. യെസ്, അപ്പൊ പോകുമ്പോഴും ഒരു കമ്പനിയായി, ഒരു ധൈര്യവുമായി. ഓക്കെ ബിനീഷ, വെരി ഗുഡ്, വെരി ഗുഡ്. ബിനീഷയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാവട്ടെ. ഓക്കെ. Yes, Nandana, are you ready? Yes, Yes, sir. Nandana, ഞാൻ ആശീലിനോട്ട് വരെ ഭാഷയിൽ you get ready. Okay, Nandana, you tell about your three dreams. My first dream is a job and financial stability. Yes, to have financial stability, that is your first dream. Okay. Second dream is to take good care of my family. Yes, to take good care of your family. Okay, okay, that's variety ആയിട്ട് പറഞ്ഞു. Okay. Then, അത്രയുള്ളൂ sir. രണ്ട് സ്വപ്നങ്ങളുള്ളൂ, മൂന്നെണ്ണം ഇല്ല അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നന്ദന സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ മണ്ണ് പറഞ്ഞു പോയ നമ്മുടെ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ലേ, APJ അബ്ദുൽ കലാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതായത് ഒരു പ്രാവശ്യം കാണുമ്പോൾ അതൊരു സ്വപ്നമാണ്, രണ്ട് പ്രാവശ്യം കാണുമ്പോൾ അതൊരു ആഗ്രഹമാണ്. യെസ്, മൂന്നാമത് വരുമ്പോൾ പിന്നെ അത് നമ്മുടെ ലക്ഷ്യം. യെസ്, പിന്നെ ആ ലക്ഷ്യത്തിലേക്കാണ് നടന്നത്. APJ അബ്ദുൽ കലാം. ഓക്കെ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. Ashwini, are you ready? Yes, sir. Okay, Aishwarya, you get ready. Okay. Pardon. My dream is to have a peaceful life with my family. Okay, to have a peaceful life. Very good. I want to be independent, and I have to show my child that independent mom can do something. Yes, to be independent. Very good. I just want to buy a house by my own. Yes. A small. That own house. Then. Then. Yes, very good, very good. Actually, very good, very good. Actually, to have a peaceful, വളരെ സമാധാനപൂർണമായ ജീവിതമാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD വെടിവെച്ച് മരിച്ച ഒരു പേപ്പർ വായിച്ചില്ലേ, എത്ര കോടിയാണ് പുള്ളിയുടെ ആസ്തി അല്ലേ? യെസ്, ഇന്നലെ പുള്ളിക്ക് ഒരു മാനസികമായിട്ട് സന്തോഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ തീരുമാനം. യെസ്, വലിയ വീടൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊരു ഹോമായിട്ടുണ്ടാവില്ല, കുടുംബമായിട്ടുണ്ടാവില്ല, വീടുണ്ടാവും, കുടുംബമായിട്ടുണ്ടാവും. അവിടെയാണ്. Okay, actually, I can understand your feelings and emotions. And your concept is pretty. Renisha, are you ready? Peace is everything. Yes, very good. Renisha, Aishwarya, are you ready? Aishwarya, very good. Aishwarya, ready? Sir. Okay, okay. So, Aishwarya, ready? Kindly ready. Hanya, Sharif, get ready. Okay, Ashwini, pardon. Good morning, sir. Yes, good morning. നടക്കാത്ത സ്വപ്നം പറഞ്ഞ പോരെ? നടക്കാത്ത സ്വപ്നം അതൊക്കെ നടക്കും Ashwini. എല്ലാം നടക്കൂലേ? Yes. Okay. My first dream is to get an ability to spread the positiveness among people around the world. അപ്പോ അശ്വിനി ആഗ്രഹിക്കുന്നത് ഒരു മോട്ടിവേറ്റർ ആവാനാണ്. മോട്ടിവേറ്റർ സ്പീക്കർ ആവാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കുന്നത്, ആരും പറയാത്തൊരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. Okay. My second dream is to get
an ability to fly. Ability to fly. Fly. My third dream is to get an identity among the people even after my death. Oh, എന്നെ ഓർമ്മിക്കപ്പെടാൻ. yes. Ah, Okay. that's അശ്വിനിയുടെ all. ജീവിതം വളരെ Okay. Thank you, sir. That's all. അശ്വിനി ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല. നിങ്ങളുടെ That's all. 22 നിൽക്കേണ്ട ആളല്ല. അതൊക്കെ മേലെ even after my death, there should have an identity about me. Yes. മരിച്ചുപോയ പലരെയും നമ്മൾ ഓർക്കുന്നത് അവർ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടാവും. ഫലമുള്ള വൃക്ഷത്തിന്റെ പേരെ എപ്പോഴും കല്ല്. അതാണ് വിമർശനം. ഓരോ കല്ലുകളും ഓരോ വിമർശനം. ഫലമില്ലാത്ത വൃക്ഷമാണെങ്കിൽ അത് ആരും മൈൻഡ് ചെയ്യില്ല. അപ്പൊ ആരും മൈൻഡ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അത് നിർഗുണമായിട്ടാണ് പോയത്. യെസ്, ഫലമുള്ള വൃക്ഷങ്ങൾ. ഓക്കെ അശ്വിനി, ഐ അപ്രീഷിയേറ്റ് യുവർ അതെ, താങ്ക് യു സർ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വേണം. യെസ്, നമുക്കൊരു ഐഡന്റിറ്റി വേണം. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന ഐഡന്റിറ്റി നമ്മുടെ മക്കൾ, ആ മക്കളെ കാണുമ്പോൾ ഇങ്ങനെ അമ്മയുടെ മക്കൾ അതല്ല, ഒരു ഐഡന്റിറ്റി. യെസ്. അപ്പൊ ആ മക്കൾ എക്സ്പെർട്ട് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരായിരിക്കും. എന്റെ അമ്മയുടെ പേര് അശ്വിനി. അപ്പൊ ചോദിക്കുക, അശ്വിനി എന്ന് പറഞ്ഞാൽ ഇന്ന ആളാണ്. ആ ചുമ്മാതല്ല ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. യെസ്, ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അശ്വിനി, വെരി ഗുഡ്, വെരി ഗുഡ്. Anna, are you ready? Anna, sir. Yes, Anna വന്നു വിചാരിക്കാം. ഐശ്വര്യ, സന്തോഷ് ഓലിക്കര. ഐശ്വര്യ ആ പറഞ്ഞോളൂ. ഉത്സവമാണ് ഐശ്വര്യാന്ന് വിളിച്ച ഉത്സവമാണ് സാർ. ഓക്കെ. യെസ്, ഓക്കെ. വരുമെന്ന് വിചാരിക്കാം നമുക്ക്. ആശാലത, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഞാൻ വിചാരിച്ചത് നിങ്ങൾ എത്ര പേര് സ്വന്തം വീട് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ രണ്ടുപേരാണ് ഓൺ ഹൗസ് എന്ന് പറഞ്ഞത്. അത് ഒന്നിലും മുബിയുണ്ട്, ഒന്ന് ആശിലുണ്ട്. രണ്ടുപേര് പറഞ്ഞു ഓൺ ഹൗസ് എന്ന് പറഞ്ഞു. യെസ്, സാധാരണഗതിയിൽ പെൺകുട്ടികൾ പറയുന്ന ഒരു സംഗതിയാണ് എന്ന് പറയുന്നത് ഒരു ഓൺ ഹൗസ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ അതിന് എത്ര പേര് പറയുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു. രണ്ടുപേരും അങ്ങനെ പറഞ്ഞു. പറഞ്ഞോളൂ ഐശ്വര്യ. ഉത്സവം ചെറായി. ഒന്നുകൂടി പറഞ്ഞായി. ചെറായി ഉത്സവമാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഐശ്വര്യ വീട് എവിടെയാണ്? ചെറായി. ആ, ചെറായില് ഉത്സവമാണ്. ആ ഉത്സവത്തിൻ്റെതായെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഉത്സവസ്ഥലത്ത് നിൽക്കുകയാണ് ഐശ്വര്യ. ഇല്ലില്ല, വീട്ടിൽ പോകുന്നു. രാവിലെ പോയിട്ട് വന്നു. യെസ്, ഓക്കെ ഓക്കെ. തിരക്കൊക്കെ ഉണ്ടോ ചെറായി ഭാഗത്ത്? അഞ്ചാനയുള്ള ഇപ്രാവശ്യം. യെസ്, 5 ആനേ ഉള്ളൂ. യെസ്, ഓക്കെ 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 ഓക്കെ. വളരെ പ്രസിദ്ധമായ ഉത്സവമല്ലേ ചെറായി ശ്രീ ഭുവനേശ്വരി ടെമ്പിൾ അല്ലേ? 20 ആന ഉണ്ടാവാറുണ്ട്. പക്ഷെ അമ്പലപ്പണി ആയതുകൊണ്ടില്ല. യെസ്, അവിടെ 5 ആന ചുരുക്കി അല്ലേ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും കേട്ടല്ലോ. ചെറായി ഉത്സവം വന്നു കഴിഞ്ഞാൽ ഐശ്വര്യ വീട്ടിലോട്ട് പോവാം. ആശ മൈക്കോണായ Good morning, sir. എന്താ പറഞ്ഞോളൂ ആശ. Sir, I get a job first dream. First dream is to get a job. Then Next, traveling travel outside India. Okay. outside or inside. Wow. Oh, okay. ഒരാളും കൂടി ആയിട്ടുണ്ട് മൂവി. യെസ്. പിന്നെ ഒരു വീട്. ഇതാണ് ഫിനാൻഷ്യൽ സെറ്റ് ആണ് ഫസ്റ്റ്. Yes. Okay. Financially independent and financially sound, and after that to have an own house. അല്ലേ? Yes, sir.
യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ആശ. യെസ്. അപ്പൊ ഓൺ ഹൗസിനുള്ളിൽ ഇപ്പൊ 3 പേരായി, റുബിയായി, ആഷിലിയായി, ആശയായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങൾ എല്ലാവരുടെയും മോഹങ്ങൾ പൂവണിയട്ടെ, എല്ലാം സബലീകൃതമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതൊക്കെ കൂടി ജീവിതം നിങ്ങളിപ്പോ നീങ്ങിയെടുക്കരുത്. അപ്പോ ഇതൊക്കെ റെഡിയാക്കുന്നു. യെസ്, ഓക്കെ. ജീവിതത്തെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ളവരാണ് മനസ്സിലായി. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അത് പറയാത്തൊരു കാര്യം ഐഡന്റിറ്റി. അത് പറഞ്ഞത് അങ്ങനെ നിങ്ങളാണ് പോകുന്നത് എന്ന് തെളിയിക്കും. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഞാനാവാനേ പറ്റും, എനിക്കൊരിക്കലും ആരാവാൻ പറ്റില്ല, നിങ്ങളാവാൻ. യെസ്, യു ഹാവ് ദ ഐഡന്റിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും നിങ്ങളൊന്ന് 2 ആഴ്ചയെ കണ്ടിട്ട് പഴയ ഇംഗ്ലീഷ് പറയാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ് വെറുതെ എടുത്തിട്ട് വിഷയമുള്ളത്. ഓക്കെ 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 ഓക്കെ. യെസ്, സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. നന്ദന പറയാ നമ്മൾ 6 മാസം കൂടി ഉണ്ടാവുമല്ലോ. ഞാനത് പറയും. സ്വപ്നത്തിന്റെ പകുതി വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചും കൂടി അങ്ങനെ ചെയ്യണ്ടേ. അപ്പൊ ഞാനത് പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ. യെസ്, നമുക്കൊന്ന് ഓർമ്മിച്ചാൽ മതി. എന്തായിരുന്നു സ്വപ്നം പറയൂ. ഓക്കെ. ഇന്നലെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നടന്നത്. യെസ്, ഓക്കെ. ഞാനപ്പോ ആ സമയത്ത് നമ്മുടെ ചെറായി വഴിയാക്കി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഐശ്വര്യയുടെ നാടിന്റെ അടുത്ത്. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ടെൻസിനെ കുറിച്ച്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, വെർബ്, പിന്നെ ഏജ്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. വാസിന്റെയും വേറിന്റെയും മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു എന്നുള്ളതാണ്. ആയിരുന്നു. അപ്പോ അവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഐ കഴിഞ്ഞാൽ വാസ് വരുമോ വേറെ വരുമോ എന്നാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഐ വാസ് എന്താണ് വരിക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐ കഴിഞ്ഞാല് വേറെ വരാറുണ്ട്. ഇംഗ്ലീഷ് കാര്യം പറയുന്ന പേരാണ് അൺറിയൽ കണ്ടീഷൻ. അൺറിയൽ കണ്ടീഷൻ, ഒരിക്കലും നടക്കാനായിട്ട് സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഐ വാസ് അല്ല ഐ വർ. അപ്പൊ അതിന് 2-3 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇഫ് ഐ വർ എ ബട്ടർഫ്ലൈ, ഞാനൊരു ബട്ടർഫ്ലൈ ആയിരുന്നു, ഒരിക്കലും ആവാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ നിരീക്ഷണം നോക്കിയിട്ട് പറയാം, ഇഫ് ഐ വർ ഇൻ യുവർ പ്ലേസ്, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നു, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത. ഐ വാസ് അല്ല അവിടെ പറയാം, ഐ വേറെ. അപ്പോ അത് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കണ്ടീഷണൽ ക്ലോസും ഒരു മെയിൻ ക്ലോസും എന്താണെന്ന് ഞാൻ അതിനെ കുറിച്ച് പറയാം. അപ്പൊ അത് മറന്നു പോയിട്ടുണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ വാചകം ഇതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് നിങ്ങളുടെ മകൻ പാസ്സായി. അപ്പോ അവൻ പഠിക്കാൻ വലിയ മിടുക്കലൊന്നുമില്ല, പക്ഷെ ബുദ്ധിയുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പൊ അവനൊരു 10ലേക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും. ആ വാചകം ഞാൻ ഇവിടെ പറയുന്നു. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും. ഇത് നമ്മൾ അവരോട് പറയും. അപ്പൊ ഈ സെന്റൻസിനെ നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. ഒന്ന്, ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് വരെ ഒരു ഭാഗം, യു വിൽ പാസ് എന്നുള്ളത് 2ാമത്തെ ഭാഗം. അപ്പൊ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് കഴിയുന്ന ശേഷം ഒരു കോമന്റ്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് 2ാമത്തെ ഭാഗം. അപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, അത്രയും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എങ്കിൽ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല, അല്ലെ? നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാതെ പോയാൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് അല്ല. അപ്പൊ അങ്ങനെ അർത്ഥം കംപ്ലീറ്റ് അല്ല എങ്കിൽ അതിന് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് പറയും. ഇനി ആ വാചകത്തിൽ തന്നെ ആദ്യത്തെ ഭാഗം പറയാതെ യു വിൽ പാസ് എന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആണ്. യു പാസ് ആണ്, അല്ലെ? അതിനെ നമ്മൾ എന്ത് പറയും? മെയിൻ ക്ലോസ് എന്ന് പറയും.
അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒരു സെന്റൻസിനെ പല കഷ്ണങ്ങളാക്കുമ്പോൾ ഓരോ കഷ്ണത്തെയും നമ്മൾ ക്ലോസ് എന്നാണ് പറയുന്നത്. ആ ക്ലോസിൽ തന്നെ മെയിൻ ക്ലോസ് ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസിന് വേറൊരു പേര് കൂടി പറയും, പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് കൂടി പറയും. സബോർഡിനേറ്റ് ക്ലോസിനെ വേറൊരു പേര് കൂടി പറയും, ഡിപെൻഡിങ് ക്ലോസ് എന്ന് കൂടി പറയും. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. മെയിൻ ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ്. അർത്ഥം പൂർത്തിയാവുകയാണെങ്കിൽ അത് മെയിൻ ക്ലോസും, അർത്ഥം പൂർത്തിയാവുകയാണെങ്കിൽ അത് സബോർഡിനേറ്റ് ക്ലോസും. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ക്ലോസുകളും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്, ഒരു റൂൾ ഉണ്ട്, അതനുസരിച്ച് വരാൻ. അതെന്താണെന്ന് നോക്കുക. അപ്പൊ നോക്കിയേ, ഞാൻ ഈ പറഞ്ഞ വാചകം കൊണ്ടുണ്ടോ വെക്കുക. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. യു വിൽ പാസ്. യെസ്. അതിനകത്ത് ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് ഞാനൊന്ന് കഴിഞ്ഞപ്പോൾ കോമഡി കോമഡി. ഓക്കെ, കൃഷ്ണേന്ദു ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, സിമ്പിളാണ്. നമ്മളിവിടെ ഇത് ഉൾപ്പെടെ ഇപ്പോ 5 ടെൻസുകളെ കുറിച്ച് പഠിച്ചു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, ഇപ്പൊ പറഞ്ഞത് പാസ്റ്റ് കണ്ടിന്യൂസ്. ഈ 5 ടെൻസിൽ ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് ഏത് ടെൻസിന്റെ കീഴിൽ? ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണോ, സിമ്പിൾ പാസ്റ്റ് ആണോ, സിമ്പിൾ ഫ്യൂച്ചർ ആണോ, പ്രസന്റ് കണ്ടിന്യൂസ് ആണോ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ആണ് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ നോക്കട്ടെ. ഓക്കെ, ശിവപ്രിയക്ക് എന്ത് തോന്നുന്നു? ശിവപ്രിയക്ക് എന്ത് തോന്നുന്നു? ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ള ആ ക്ലോസ് ഏത് ടെൻസിന് വരുന്നതാണ്? Past tense. പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് അല്ലേ? ഓക്കെ, ഇനി ഞാനത് കോമൺ ആയിട്ട് വിടുകയാണ്. ആർക്കിന്റെ അഭിപ്രായം പറയാം? വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയും. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണോ? ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് എന്ന് മേഘ പറയുന്നു, സിമ്പിൾ പ്രസന്റ് എന്ന് ഐഷ പറയുന്നു, പിന്നെ ആരാണ്? Simple future tense. സിമ്പിൾ പ്രസന്റ് എന്ന് ആശ പറയുന്നു, മുപ്പി പറയുന്നു, Future tense. അല്ലേ? Future tense അല്ലേ? ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ഓക്കെ 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 ഓക്കെ, അവിടെ നോക്കട്ടെ കേട്ടോ, ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കിയേ. ഇനി നേരത്തെ ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശിവപ്രിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൃഷ്ണൻ. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആയ ടെൻസിന്റെ സ്ട്രക്ചർ നോക്കുക. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്. ഇത് നിങ്ങൾ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞ സെന്റൻസിലേക്ക് നോക്കി. യു സബ്ജക്റ്റ്, സ്റ്റഡി പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ സബ്ജക്റ്റും പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. എന്തുകൊണ്ടത് മനസ്സിലായി? സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ്, ബാക്കിയുള്ളത് നമുക്ക് നോക്കണ്ട. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ആണ്. മനസ്സിലാവാത്തത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യു സബ്ജക്റ്റ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഓക്കെ, അപ്പൊ അത് കണ്ടിട്ടില്ല. ഇനി അശ്വിനി മുരളിയോടാണ് ചോദിക്കുന്നത്. ഓക്കെ മുഖി, കറക്റ്റ്. ആ വെർബിന്റെ കൂടെ പ്രസന്റ് കൂടി വരുന്നു. അശ്വിനി, ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ഭാഗം, അതായത് യു വിൽ പാസ് എന്നുള്ളത് ഏത് ടെൻസിൽ വരും? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 5 ടെൻസിന്റെ ഏതിൽ വരും? യു വിൽ പാസ് കൊണ്ട് ഫ്യൂച്ചറില്ലേ? ഫ്യൂച്ചറിൽ വരും. കൂടി നമ്മൾ ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ അല്ലെ? സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ നമുക്ക് ഓർമ്മയുണ്ട്. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബ്, പ്രസന്റ് ടെൻസ്. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, യു സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാലിന് വില്ലുണ്ട്, പാസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ യു വിൽ പാസ് എന്നുള്ളത് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, അത് പഠിക്കേണ്ട. ഇതാണ് ഇതിന്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ്
സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. യെസ്. അപ്പൊ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കണം? സിമ്പിൾ ഫ്യൂച്ചർ. അത് മാറി വരാൻ പാടില്ല. ഇതാണ് ഇതിന്റെ അകത്തുള്ള തീം. ഈ ഒരു ഉദാഹരണം പറയും. ഈ വിൽ എന്ന് പറഞ്ഞ യു വിൽ പാസ് ഇല്ലേ, ആ വിൽ എന്നുള്ളതിന് പകരം ക്യാൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റാണ്. പക്ഷേ ഫുഡ് വരാൻ പാടില്ല. ക്യാന് പകരം ഷാൽ എന്ന് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഷുഡ് വരാൻ പാടില്ല. ഇനി മേ വരാം, പക്ഷെ മൈറ്റ് വരാൻ പാടില്ല. മൈറ്റ് ഉപയോഗിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വിൽ എന്നുള്ളതിന് പകരം അവിടെ ക്യാനോ ഷാലോ മേയോ വന്നാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരിക്കലും വിൽ എന്നുള്ളതിന് പകരം വുഡ് വരാൻ പാടില്ല, വുഡ് വരാൻ പാടില്ല, ഷുഡ് വരാൻ പാടില്ല, മൈറ്റ് വരാൻ പാടില്ല. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. യെസ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വാചകം കൂടെ പറയാം. യെസ്. വാചകം ഇതാണ്. ഇതാർക്കാണ് നമുക്ക് തരാം? റനീഷ, ശരിയാ? റനീഷയോടാണ് ചോദ്യം കേട്ടോ. ചോദ്യം ഇതാണ്. സിമ്പിൾ ചോദ്യമാണ്. ഇഫ് യു go soon, if you go soon, you dash. എല്ലാവർക്കും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ 17 പേരുണ്ട്. 17 പേർക്കും 17 ടൈപ്പിൽ പിടിപ്പിക്കാം. ചോദ്യം ഇതാണ്. ഇഫ് യു ഗോ സൂൺ, നീ വേഗം പോവുകയാണെങ്കിൽ ബാക്കി നിർത്തും. You will reach school on time. പറഞ്ഞോളൂ നിഷ. You will reach school on time. Very good. You will reach on time. കറക്റ്റ്. ബില്ല് തന്നെ വേണ്ട. കാരണം എന്താണ്? ഇപ്പോഴത്തെ ഗോ പ്രസന്റൻസ് ആണ്. അപ്പോഴത്തെ അപ്പൊ ബില്ല് വെച്ചതിന് വേണം. ബില്ലോ ക്യാനോ ഷാലോ മേയോ വെച്ച് വരണം. യെസ്. മുബി കറക്റ്റ് ആണ്. ഇഫ് യു ഗോ സൂൺ യു ക്യാൻ. ഈ വ്യക്തി വേഗം പോകാൻ പറ്റുന്നെങ്കിൽ ഇത് പോകാം. യെസ്. ഓക്കെ. അപ്പൊ ഈ 17 പേർക്ക് 17 ടൈപ്പ് പൂരിപ്പിക്കണം. ഇഫ് യു ഗോ സൂൺ. ഓക്കെ. ഓക്കെ. ഐഷ പറയുന്നു യു വിൽ ഗെറ്റ് ദ ബസ്. നീ വേഗം പോവുകയാണെങ്കിൽ നിനക്ക് ബസ് കിട്ടും. കറക്റ്റ് ആണ്. യു വിൽ ഗെറ്റ് ദ ബസ്. കറക്റ്റ്. അപ്പൊ പിടികിട്ടിയാലോ? ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. മുബി പറയുന്നു ഇഫ് യു ഗോ സൂൺ യു വിൽ റീച്ച് ഏർലി. നീ അവിടെ നേരത്തെ വേഗം പോയാൽ നേരത്തെ. കറക്റ്റാണ്. അപ്പൊ അതിന് നമുക്ക് നിയമത്തിലോട്ട് വരാം. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇതിങ്ങനെ വരാൻ മാറി വന്ന തെറ്റാണ്. ഇനി എട്ടാമത്തെ കേസാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ പുത്രൻ 9ൽ നിന്നും ജയിച്ച് 10ലേക്കായി 10ാം ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം പറഞ്ഞത്. യെസ്. 10ൽ പരീക്ഷ കഴിഞ്ഞു തോറ്റു, വീട്ടില് വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയും? നീ പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും എന്നൊന്നും പറയില്ല. ഇത് പറഞ്ഞത് നീ പഠിച്ചെങ്കിൽ പാസ്സായി. അപ്പൊ മാറ്റിയേ പറയുന്നു. പലപ്പോഴും നിന്നോട് പഠിക്കാൻ പറഞ്ഞിട്ട് നീ പഠിച്ചില്ല, നീ ഫുട്ബോൾ കളിച്ചു നടന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നീ പഠിച്ചെങ്കിൽ പാസ്സായില്ല. യെസ്. അപ്പൊ ഇപ്പൊ തോൽപ്പിക്കൊരു സാധ്യതയില്ല. പഠിച്ചെങ്കിൽ പാസ്സായല്ലേ, നീ നന്നായി പഠിച്ചെങ്കിൽ പാസ്സായല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ വാചകം ഒന്നെടുക്കും. ഇഫ് യു സ്റ്റഡി വെൽ. ആ സ്റ്റഡി എന്നുള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? അതവിടെ സ്റ്റഡീഡ്. ഓക്കെ ഐഷ. STUDIED. സ്റ്റഡീഡ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നന്ദന. യെസ്. ബിനീഷ.
Yes, sir. Okay. If you study well എന്നുള്ളതിന് പകരം ആ സ്റ്റഡി എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ സ്റ്റഡീഡ് എന്നായിരിക്കും. ഇഫ് യു സ്റ്റഡീഡ് വെൽ, അപ്പോ അത്രയും വരെ, അതായത് ഇഫ് യു സ്റ്റഡീഡ് വെൽ എന്നുള്ള അത്രയും ഭാഗം വരെ ഏത് ടെൻസ് ആണ് പറയാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 5 ടെൻസിൽ ഏതെങ്കിലും പറയാൻ പറ്റും? Simple past. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആണെന്ന് ബിനീഷയ്ക്ക് അതിനെ പിടികിട്ടിയിരുന്നു. ബിനീഷ ചിന്തിച്ചു സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പിന്നെ വെർബ്, വെർബിന്റെ പാസ്റ്റ് ആണ്. അപ്പൊ യു എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, സ്റ്റഡീഡ് അത് പാസ്റ്റ് ടെൻസോട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടീഷണൽ ക്ലോസിന്റെ ഇപ്പ് വെച്ച് വരുന്ന സ്ഥലത്ത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ വരും. നേരെ മറിച്ച് ഇപ്പൊ ഈ എഴുതിയേക്കണ പോലെ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ വന്നാൽ തെറ്റാണ്. അപ്പൊ അവിടെ എന്ത് വരണം? അവിടെ നേരത്തെ ഏതൊക്കെയാണോ ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ അവിടെ. അപ്പൊ അവിടെ എന്ത് വരും? ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്, അത് കറക്റ്റ്. അല്ലെങ്കിൽ യു വുഡ് പാസ്. അപ്പൊ നമുക്ക് പറയാം സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് വരുന്നത് എന്താണ്? കണ്ടീഷണൽ ഫോം. വില്ല് എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്. അപ്പൊ ആ കണ്ടീഷണൽ ഫോം വെച്ചെടുക്കും. അപ്പൊ എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. ഇതാണ് കറക്റ്റ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ വേറെ വാചകം അത് ശരിയാക്കാൻ. ആരാണ് വേണ്ടത്? സാർ എന്നോട് ചോദിച്ചോ ഒന്ന് പറഞ്ഞാക്കി ധൈര്യ സമയത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയൂ. മേഘ, ആർ യു റെഡി? മേഘ പോയോ? യെസ്, മേഘ ഒരു അല്ലേ? യെസ്. അപ്പോ മുബി, ആർ യു റെഡി? Yes, sir. യെസ്, വെരി ഗുഡ്. വാചകം ഇതാണ്. ഇഫ് ഇറ്റ് rained, RAINED, മഴ പെയ്തെങ്കിൽ. ഇഫ് ഇറ്റ് റെയിൻ പിന്നെ ഒരു ഡാഷാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ 15 പേരുണ്ട്. 15 പേർക്ക് 15 ടൈപ്പിൽ നിങ്ങൾ ആരംഭിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രേ ഉള്ളൂ. ഇഫ് ഇറ്റ് റെയിൻഡ്, മഴ പെയ്തെങ്കിൽ. ഒരു പാട്ട്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. റെയിൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, റെയിൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, റെയിൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അപ്പുറത്ത് എന്ത് വല്ല ഞാൻ നേരത്തെ പറഞ്ഞ ലീവ് അനുസരിച്ച് വല്ല കണ്ടീഷൻ പോകല്ല. അതോ അത് മാത്രം നോക്കുക. ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ പിടിപ്പിച്ചു വെച്ചു. ഓരോരുത്തരുടെ അഭിപ്രായം നമുക്ക് എടുക്കാം. അപ്പൊ മൂവി ഐശ്വര്യമായിട്ട് വിളിക്കട്ടെ. മൂവി റെഡി ആവാൻ പറഞ്ഞാൽ മതി. മൂവിക്ക് പെട്ടെന്ന് പറഞ്ഞില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇഫ് ഇറ്റ് റെയിൻസ്, ഞാൻ വേണമെങ്കിൽ പറഞ്ഞു വെറുതെ പറയും. ഇഫ് ഇറ്റ് റെയിൻഡ് we would postpone the match. ഞങ്ങൾ കളി മാച്ച് മാറ്റി നീട്ടി വരും. we would postpone the match. അല്ലെങ്കിൽ we would cancel the match. we would cancel the match. ഞാൻ എന്റെ ഒരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ആരംഭിച്ചു. ഇഫ് ഇറ്റ് റെയിൻഡ്, അപ്പൊ കാര്യം ശ്രദ്ധിക്കേണ്ടത് റെയിൻഡ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അപ്പുറത്ത് വുഡ്, വുഡ്, ഷുഡ് വെച്ച് വന്നേക്കാം. അത് മാത്രം ശ്രദ്ധിച്ചാൽ.
മുബിക്ക് ആൻസർ കിട്ടുമ്പോൾ മുബി പറഞ്ഞോളൂ. യെസ്. ഈ ആദ്യങ്ങൾ വേറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാട്ടോ. ആ If it rain, പറയാം. ഓക്കെ, മുബി ഞാൻ വരുന്നു. യു വുഡ് വെറ്റ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഭംഗിയാക്കാൻ ഇഷ്ടമായിരുന്നു. യു വുഡ് ഗെറ്റ് വെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ. ആ വെറ്റിന്റെ മുന്നിൽ ഗെറ്റ് കൂടി ചേർത്ത്. ഓക്കെ ഓക്കെ, തെറ്റല്ല, ഇത് കുറച്ചും കൂടി ഭംഗി. ആ ഓക്കെ, മുബി പറഞ്ഞോളൂ. മുബി. ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. I could play outside. ഓക്കെ ഓക്കെ, അപ്പൊ അത് പറ്റി. ഇഫ് ഇറ്റ് റെയിൻഡ് വി വുഡ് നോട്ട് പ്ലേ ഔട്ട്സൈഡ്. പുറത്ത് കളിക്കില്ല, മഴ പെയ്യാണെങ്കിൽ പുറത്ത് കളിക്കില്ല എന്നാണ്. അല്ലെങ്കിൽ വി വുഡ് പ്ലേ ഇൻസൈഡ് എന്നാണ്. മഴ പെയ്യാണെങ്കിൽ ലോജിക്ക് ശരിയാണ്. ആ ഓക്കെ ഐഷ, നോക്കി ഐഷ പറഞ്ഞ വളരെ നല്ല രസമാണ്. മഴ പെയ്യുകയാണെങ്കിൽ ഐ വുഡ് സ്റ്റേ അറ്റ് ഹോം. ഞാൻ വീട്ടിൽ തന്നെ. വെരി ഗുഡ്. ഐ വുഡ് സ്റ്റേ. ഓക്കെ മുബി, ഐ വുഡ് ടേക്ക് ബർത്ത്. ഓക്കെ, കറക്റ്റ് കറക്റ്റ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ശിവപ്രിയ. ശിവപ്രിയ തോന്നിയത് എന്താണ്? ആ ആശ പറയുന്നു ഐ വുഡ് എൻജോയ് ദ റെയിൻ. മഴ പെയ്യുകയാണെങ്കിൽ ഞാനത് എൻജോയ് ചെയ്യും. വുഡ് തന്നെ ഉപയോഗിക്കണം, വില്ല് ഉപയോഗിച്ചാൽ തെറ്റാണ്. ഇതാണ് എന്റെ തോന്നി. അപ്പോ നമ്മളിപ്പോ ലെങ്ത് ആയിട്ടുള്ള സെന്റൻസ് പറയുമ്പോൾ ആ സെന്റൻസിലെ ടെൻസിന് തമ്മിൽ ഇതൊക്കെ നോക്കാണ്ട് പലപ്പോഴും നമുക്ക് പലതും തട്ടിപ്പെടണം. കറക്റ്റ് അല്ലേ? എന്ത് ലിങ്ക് എന്താണ് അപ്പൊ തോന്നുന്നത് അതനുസരിച്ചൊക്കെ അത് നടത്തുന്നുണ്ട്. അപ്പോട്ടെ. യെസ്, ശിവപ്രിയക്ക് എന്ത് തോന്നുന്നു? If it rained, traffic might slow down. If it rained, traffic might slow down. Yes, okay. അത് ഒരു ഭംഗിയാക്കി. If it rained, I would rain slowly. ഞാൻ ഭംഗിയാക്കിയതാണ്. ഞാൻ വളരെ സാവകാശം ട്രെയിൻ ചെയ്യും. ഞാൻ സെന്റൻസ് കൊണ്ട് മാറ്റിയതാണ്. യെസ്, ട്രാഫിക് അല്ല മാറുന്നത്, ട്രാഫിക്കിനെയാണ് മാറ്റുന്നത്. പാസീവ് വോയിസ് ഒരു സാധനം കേൾക്കുക. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ ഓക്കെ. യെസ്, കൃഷ്ണേന്ദുവിന്റെ വേറെ വല്ല കയ്യില് ഐ വുഡ് മേക്ക് പരിപ്പുവട. യെസ്, കറക്റ്റ് കറക്റ്റ്. ഓക്കെ ഓക്കെ. നോക്കി. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ ഐ വുഡ് മേക്ക് പരിപ്പുവട. അല്ലെങ്കിൽ ഒനിയൻ വട ഉണ്ടാക്കുള്ളൂ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഐഷ പറയുന്നു വിത്ത് ചായ. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളൊക്കെ വളരെ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളുകളാണ്. യെസ് അല്ലേ? വളരെ സെൻസ്, എന്താ പറയാ, നല്ല സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളുകൾ. ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും നേരിടുന്നതാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഐ വുഡ് മേക്ക് പരിപ്പുവട. ആ സെൻസിനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നമ്മൾ സാധാരണ പറയില്ലേ, പരിപ്പുവടയും നേരിയ ചൂടുള്ള ഒരു ചായയും ചിന്നം പെയ്യുന്ന ഒരു മഴയും, ആ മഴയത്ത് ഇറയത്തിരുന്നുകൊണ്ട് മുറ്റത്തേക്ക് നോക്കുകയും തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് ജോൺസൺ മാഷ് സംഗീതം നൽകിയ ഓക്കെ കൃഷ്ണൻ, ജോൺസൺ മാഷ് സംഗീതം നൽകിയ ഒരു പാട്ടിന്റെ വലിയ ചെറിയ ശബ്ദമധികം ഉച്ചത്തിലല്ലാത്ത ചെറിയൊരു പാട്ടും എല്ലാവരും കൂടി വരുമ്പോൾ ഒരു വേറൊരു ലെവലാണ്. ചൂടുള്ള പരിപ്പുവട, നേരിയ ചൂടുള്ള ചായ, ചിന്നം പെയ്യുന്ന മഴ, ഒരു വരാന്ത, അകത്ത് ജോൺസൺ മാഷിന്റെ ഒരു പാട്ടിന്റെ മ്യൂസിക്. അത് യെസ്, നമ്മളായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഒന്ന് ആസ്വദിച്ചാണ് പോകുന്നത്. അതല്ലാതെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമുക്കൊന്നും ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പൊ ആസ്വദിക്കുന്നത് ഇപ്പൊ തന്നെ ആസ്വദിച്ചാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അലൂവിയ വിനീഷ. ഓക്കെ, ഇതിനോട് കണക്ട് ചെയ്ത് ബിനീഷ ചിന്തിച്ചു വെച്ച വാചകം ഏതാണ്? ഇഫ് ഇറ്റ് റെയിൻഡ് എന്ന് പറയുന്നത്. If it rained, I would take an umbrella. Correct. If it rained, I would take an umbrella. മഴ പെയ്യുകയാണെങ്കിൽ ഞാനൊരു കൊണ്ടുവരണം. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് കറക്റ്റ്.
അശ്വിനി മെസ്സേജ് ഇതിനോട് കണക്ട് ചെയ്ത് ചോദിച്ച വാചകം ഏതാണ്? Sir, if it rained, I would sleep inside my house. Yes, so very good. Correct. ഞാൻ എന്ത് ചെയ്യും? Yes. If it rained, I would sleep. Okay, അത് മതി. I would sleep. Correct ആണ്. Sentence. ഇത് പറയുന്നു I would enjoy the rain. ഞാൻ മഴ ആസ്വദിക്കുമെന്ന് പറയും. Okay. ആശാലത കണ്ടുപിടിച്ചത് എന്താണ്? If it rains, yes, ആശാലത വരും. റനീഷ എഴുതി വെച്ചെന്താണ്? Sir, പറഞ്ഞോ. if it rained, I would sleep. I would sleep. അപ്പൊ അശ്വിനിക്ക് കമ്പനി ഉണ്ട് കേട്ടോ. യെസ്, I would sleep. ഉറങ്ങാൻ റെഡി ആയിട്ട് നോക്കിയാണ് റനീഷ്. ഓക്കെ, വെരി ഗുഡ്. അശ്വിനി പറഞ്ഞോളൂ. അശ്വിനി എന്താണ് കരുതി വെച്ചത്? If it rains, I will sleep എന്ന് തന്നെയാ ഉദ്ദേശിച്ചത്. yes. Okay. വെരി ഗുഡ്. പരിപ്പൂർണ്ണം ഉണ്ടാക്കാൻ ഉദ്ദേശമില്ല. യെസ്, മേഘ എന്താണ് ഉദ്ദേശിച്ചത്? I would stay at home. I would stay at home. ഞാൻ വീട്ടിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഗുബി, ഈ വേറെ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ? If it rains, പുതിയതായിട്ട്? യെസ്. ആതിര, anything special? I would eat ice cream. അല്ലെ, തണവാണ്. അപ്പൊ തണുപ്പ് എന്നെ അകത്തേക്ക് ചെല്ലിട്ടെന്ന് വിചാരിച്ചില്ല ഗുബി. വെരി ഗുഡ്. യെസ്. ആതിര, okay. I would play a song. I would sing a song. Very good. I would eat food. അതിന് പറഞ്ഞ ഞാൻ ഫുഡ് കഴിക്കും. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇപ്പൊ പിടികിട്ടിയാലും if you work, you will pass. If you work, you would pass. Would എന്നുള്ളതിന് പകരം could ആവാം, should ആവാം, might ആവാം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ, ഇപ്പുറത്ത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് കണ്ടീഷൻ. ഓക്കെ, ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഈ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. യെസ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. We will meet in the next class. Till then, bye. Okay, sir. Okay.